നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുന്നു. അതായത് നാളെ കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ തോതിലുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. എം സ്വരാജിൻ്റെ പ്രചാരണം ഒരു വശത്ത് നടക്കുമ്പോൾ മറ്റേ വശത്ത് ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസും UDFിൻ്റെ മറ്റ് കക്ഷികൾ മുസ്ലിം ലീഗ് അടക്കമുള്ളവരെല്ലാം തന്നെ ഇറങ്ങുന്നു. ഈ മുസ്ലിം ലീഗ് ഷൗക്കത്തിനെ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞിരുന്ന ഘട്ടത്തിൽ നിന്നെല്ലാം മാറിയിട്ട് മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം അവിടെ സജീവമായുണ്ട്. അതോടൊപ്പം തന്നെ പി ഫിറോസൊക്കെ നമുക്കറിയാം മുഴുവൻ സമയം അവിടെ നിൽക്കുക, അവിടെ വേറെങ്ങും പോകുന്നില്ല എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി ഒരു ദിവസത്തെ പര്യടനത്തിരുന്ന് റോഡ് ഷോ നടത്തി മടങ്ങി. അങ്ങനെ വലിയ തോതിൽ കോൺഗ്രസിൻ്റെ ക്യാമ്പെല്ലാം ഉഷാറായിരിക്കുകയാണ്. വലിയ ആവേശം അവർക്കുണ്ട്. കാരണം അവർക്കിതൊരു വാശിയുടെ കൂടെ മത്സരമാണ്, അത് തിരിച്ചു പിടിക്കണം. അൻവർ കൂടി ഇടയ്ക്ക് വന്ന് കളിച്ചിട്ട് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു പ്രതീതി കോൺഗ്രസിനകത്തുണ്ട്. അൻവറിനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്നുള്ള ഒരു നിലപാടിലേക്ക് കോൺഗ്രസ്സുകാരും UDFും ഒക്കെ ഒറ്റയടിക്ക് മാറിയിട്ടുണ്ട്. കൂടെ കൂട്ടാത്ത തന്നെയാണ് നല്ലത് എന്നൊക്കെയാണ് ഇപ്പോൾ അഭിപ്രായം പറയുന്നത്. അതുപോലെ തന്നെ CPMൻ്റെ ക്യാമ്പിൽ ഈ പറയുന്ന നേതാക്കൾ ഒന്നടങ്കം മന്ത്രിമാരടക്കം വന്ന് അവിടെ സ്റ്റേ ചെയ്തുകൊണ്ട് താമസിച്ചുകൊണ്ടാണ് പ്രചരണം നടത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിരവധി തവണ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് പ്രസംഗിച്ചു. അങ്ങനെ വലിയ തോതിലുള്ള ബിനോയ് വിശ്വം അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ഈ പറയുന്ന LDFിൻ്റെ നേതാക്കളും ഒരു വശത്ത് കളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ UDFിനകത്തൊരു ആവേശം UDFിൻ്റെ ഈ പറയുന്ന യുവനിരയുടെയൊക്കെ നേതൃത്വത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നല്ല ശക്തമായ ഒരു നീക്കമല്ലേ ഇപ്പോൾ UDF നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും UDF ക്യാമ്പുകളാകെ ആവേശത്തിലാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന ആ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടൊക്കെ ഭയങ്കരമായ ആൾക്കൂട്ടമായിരുന്നു. PC വിഷ്ണുനാഥൊക്കെ ഒരു പാട്ടൊക്കെ പാടിയപ്പോൾ ആവേശത്തോടെ ഇളകി മറിയുകയായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലടക്കം പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. ഇതിപ്പോൾ അൻവറാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. കാരണം അൻവറിന് ഒരു 5000 വോട്ട് വരെ പിടിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഏറ്റവും അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. അത് വലിയ രീതിയിൽ UDF ക്യാമ്പുകളിൽ ആശ്വാസം പകർന്നിട്ടുണ്ട്. UDFിന് കനത്ത വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സ്വരാജ് ജയിക്കും എന്ന് പറഞ്ഞിടത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിലേക്ക് മണ്ഡലം എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ചിത്രം അനുസരിച്ച് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ സ്വരാജ് വളരെ അസ്വസ്ഥനാണ്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം അവിടെ നിന്ന് പ്രചരണം നടത്തിയിട്ട് തോറ്റാൽ അതിൻ്റെ ക്ഷീണം മന്ത്രിസഭയ്ക്ക് ഒന്നാകെയാണ്. പിന്നെ ബിനോയ് വിശ്വം നിന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ശക്തമായ UDF തരംഗം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി വന്നപ്പോൾ വലിയൊരു ആവേശം ഉണ്ടായില്ല എങ്കിൽ പോലും പിന്നീടാണ് വളരെ പെട്ടെന്ന് അവിടെ സജീവമായത്. UDF യുവ നേതാക്കളെല്ലാം ഇറങ്ങിക്കൊണ്ട് അതിശക്തമായൊരു പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ശക്തി പ്രകടനത്തോടുകൂടി ഇന്നത്തെ പരസ്യ പ്രചരണം അവസാനിക്കും. നാളെ നിശബ്ദ പ്രചരണം, മറ്റന്നാൾ വോട്ടെടുപ്പാണ്. 23-ാം തീയതിയാണ് വോട്ടെണ്ണൽ. അതുകൊണ്ട് തന്നെ എല്ലാ വോട്ടുകളും അവസാന വോട്ടുകൾ പോലും തങ്ങളുടെ പെട്ടിയിലേക്ക് വീഴ്ത്താനുള്ള അശ്രാന്ത പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ഒക്കെ തന്നെ. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അൻവറിൻ്റെ ഒരു ഗ്രാഫ് ഏത് തരത്തിലാകും എന്നറിയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ഇപ്പോൾ ജയിച്ചില്ലെങ്കിൽ പോലും പിടിക്കുന്ന വോട്ടുകൾ, ഇപ്പോൾ 5000 താഴെ വോട്ടുകൾ പിടിച്ചാൽ അൻവർ പിന്നെ ഒന്നിനും കൊള്ളാത്തവൻ എന്നുള്ളൊരു പേര് അദ്ദേഹത്തിന് സമ്പാദിക്കേണ്ടി വരും. പിന്നെ ഒരു മുന്നണിക്കും അൻവറിനോട് താല്പര്യമുണ്ടാകില്ല. അതുകൊണ്ട് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു 10000 വോട്ടെങ്കിലും പിടിച്ചില്ലെങ്കിൽ വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആര്യാടൻ ഷൗക്കത്താകട്ടെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. സ്വരാജ് ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ സ്വരാജിനെ ഒതുക്കാൻ വേണ്ടിയാണ് ഇറക്കിയതെങ്കിൽ പോലും പിന്നീട് സ്വരാജ് പെട്ടെന്ന് വളരുന്നൊരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പക്ഷേ ആ ഒരു ഹൈപ്പ് ഈ ഇലക്ഷൻ അടുത്തപ്പോൾ നിലനിർത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സ്വരാജിനെ അലട്ടുന്നൊരു പ്രധാനപ്പെട്ട വിഷയം. BJP ആകട്ടെ രാജീവ് ചന്ദ്രശേഖർ അവിടെ നിന്നുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിക്കുന്നത്. അവിടുത്തെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ വലിയൊരു ചാമിങ്ങായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല. എന്നിരുന്നാൽ കൂടിയും ഒരു ക്രിസ്ത്യൻ വോട്ടുകളും BJPയുടെ ചില കേഡർ വോട്ടുകളുമൊക്കെ ലഭിച്ചുകൊണ്ട് വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ BJPയും കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ BJPയിലെ ഹിന്ദു വോട്ടുകൾ സ്വരാജിലേക്ക് അടുപ്പിക്കാൻ CPMും ശ്രമം നടത്തുന്നുണ്ട്. ആരുമായും കൂട്ടുകൂടാൻ തങ്ങൾ തയ്യാറാണെന്നുള്ള നിലപാടിൽ UDF എത്തി നിൽക്കുന്നു. അപ്പോൾ ആ തരത്തിൽ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചാൽ അത് സതീശൻ ഒരു വലിയ സതീശൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ ആകും എന്ന കാര്യത്തിൽ തർക്കമില്ല. മറിച്ച് KC വേണുഗോപാലിനെ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിനങ്ങൾ നിർണായകമാണ്. കാരണം സതീശൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചാൽ സ്വാഭാവികമായും സതീശന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടി വരും. സതീശൻ പിന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കുറഞ്ഞൊന്നും ആഗ്രഹിക്കില്ല.
അതുകൊണ്ട് തന്നെ അതൊരു കനത്ത വില തന്നെ നൽകേണ്ടി വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒന്നും നോക്കാനില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ്, അൻവറിനെ സംബന്ധിച്ച് അൻവറിൻ്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPMന് മറ്റ് മാർഗങ്ങളില്ലാതായതോടെ കൂടി കോൺഗ്രസിനെ കുറ്റപ്പെടുത്താനാണ് നിൽക്കുന്നത്. അതായത് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയായിട്ട് കണക്ഷനുണ്ട്, അവർ തമ്മിൽ ധാരണയുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നൊക്കെ തുടങ്ങി വലിയ രീതിയിലുള്ള ആക്രമണം കോൺഗ്രസിനെതിരെ ഒരു മതപരമായ വർഗീയ ആക്രമണം എന്ന് പറയാൻ കഴിയുന്ന രീതിയിലാണ് കോൺഗ്രസിനെ CPM ചിത്രീകരിക്കുന്നത്. ആരാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അതായത് കൈയില്ലാത്തവൻ വിരലില്ലാത്തവനെ കുറ്റം പറയുന്നതാണ്. PDPയുടെ നേതാവിനെ കേരളത്തിൽ ആദ്യമായി ഈ പറയുന്ന തീവ്രവാദ പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്ത അബ്ദുൽ നാസർ മദനി എന്ന് പറയുന്ന അതിതീവ്ര മുസ്ലിം ഇസ്ലാമിക ഈ പറയുന്ന നമ്മുടെ ഇപ്പോൾ ശശികലയൊക്കെ പറയുന്നത് പോലെയാണ്. പണ്ട് ശശികലയൊക്കെ കുറ്റപ്പെടുത്തി ഇവർ പറയുമല്ലോ, ശശികല ഹിന്ദുക്കളുടെ കാര്യമേ പറഞ്ഞുള്ളൂ. ഇവിടെ വലിയ രീതിയിലുള്ള വിദ്വേഷ പ്രചാരണം, കാഫിറുകളായവരെയൊക്കെ ഇല്ലായ്മ ചെയ്യണമെന്നൊക്കെയുള്ള പ്രൊപ്പഗൻഡകൾ പല ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകളും ഇവിടെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചുവട് പിടിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിയ ആളാണ്. P. ജയരാജൻ തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു കേരളത്തിലും ഇസ്ലാമിക തീവ്രവാദത്തിന് തുടക്കമിട്ടത് ഈ പറയുന്ന അബ്ദുൽ നാസർ മദനിയാണ്. അങ്ങനെ ആൾക്ക് വേണ്ടി കാത്തിരുന്ന് വേദിയിൽ വിളിച്ചു വരുത്തി ആലിംഗനം ചെയ്തുകൊണ്ടിരുത്തിയ ആളാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ വളർത്തിയതുപോലെ PDP അബ്ദുൽ നാസർ മദനിയെ വേറെ ആരും ഇവിടെ വളർത്തിയിട്ടില്ല, സംരക്ഷിച്ചിട്ടില്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുമായി ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇലക്ഷൻ്റെ ഭാഗത്ത് ചെറിയതായിട്ട് എന്തെങ്കിലും സഹകരണത്തിന് കോൺഗ്രസ് പോയി എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇടതുപക്ഷത്തിനില്ല, CPMനില്ല, പിണറായി വിജയനില്ല. കാരണം ഏറ്റവും വലിയ മതമൗലികവാദിയെ പിടിച്ചുകൊണ്ടിരുത്തിയ ആളാണ് പിണറായി വിജയൻ എന്നുള്ളത് അവർ മറന്നിട്ടാണ് സ്വന്തം കണ്ണിലെ കോലെടുക്കാതെയാണ് കണ്ടവൻ്റെ കണ്ണിൽ കരണ്ടുണ്ട് എന്ന് പറയുന്നത്. ആ നിലവാരത്തിലേക്കാണ് LDF പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം തികഞ്ഞ പരാജയ ഭീതിയാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ്. ഈ തൃപ്പൂണിത്തുറയിൽ നിൽക്കുമ്പോഴത്തേക്കും വലിയ ഈ ഹിന്ദു സ്നേഹിയും ഇല്ലെങ്കിൽ ഞാൻ നായരാണ് എന്നുള്ള ഒരു ഗർവവും അഹങ്കാരവും ഒക്കെ പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളാണ് M. സ്വരാജ്. പക്ഷേ ഇപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും പാലസ്തീനെ സ്നേഹിക്കുന്നു, പാലസ്തീൻ്റെ ജനതയെ വെറൈറ്റി വാക്കുകളില്ല പറയാനായിട്ട്, ഹമാസിനെ പിന്തുണയ്ക്കുന്നു. നാടകത്തോട് നാടകമാണല്ലോ M. സ്വരാജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം മാറിയിട്ട് ആര്യാടൻ ഷൗക്കത്തിനെ ഇവിടെ എങ്ങനെ വിമർശിച്ചു? ആര്യാടൻ ഷൗക്കത്തിനെ ഇവരെല്ലാം വിമർശിച്ചില്ലേ? PV അൻവർ അടക്കം ഇസ്ലാമിലെ നവോത്ഥാനത്തിൽ തുടക്കമിട്ട മനുഷ്യനാണ് ആര്യാടൻ ഷൗക്കത്ത്. കാരണം ഇസ്ലാമിൽ വലിയ പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന ബാല്യവിവാഹം പോലുള്ള പ്രശ്നങ്ങൾ. ആ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ഇസ്ലാം നന്നാവണം, ഇസ്ലാമിനകത്ത് മാറ്റങ്ങൾ വരണം, മുസ്ലിം ജനത പുരോഗമിക്കണം, അവരുടെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടണം, അവർ നല്ല രീതിയിൽ ഉയരണം, രാജ്യത്തിൻ്റെ പ്രതീക്ഷയുള്ള ഒരു സമൂഹമായി അവർ മാറണമെന്നെല്ലാം ആര്യാടൻ ഷൗക്കത്തിന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ PV അൻവറിനും CPMനുമൊക്കെ ഇസ്ലാമിനെ നശിച്ചു കാണാനും ഇല്ലെങ്കിൽ അവർ പടുകുഴിയിൽ വീഴാനുമൊക്കെ ആഗ്രഹിക്കുന്നതിന് തുല്യമായ പ്രവർത്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർത്തമാനമൊക്കെയാണ് അവരുടെ വായിൽ നിന്ന് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ പോലെ മാതൃകാപരമായി വിദ്യാഭ്യാസമുള്ള, കലാശേഷിയുള്ള, ഈ സാഹിത്യശേഷിയുള്ള ഒരു മനുഷ്യൻ, രാഷ്ട്രീയ ബോധമുള്ള, മൂല്യബോധമുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന മനുഷ്യൻ, അദ്ദേഹം അവിടെ നായകനായി വിജയിച്ചു വരുന്നതിൽ മറ്റുള്ളവർക്ക് വലിയ അസൂയയുണ്ട്. അതിൻ്റെ എതിർപ്പാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഷൗക്കത്ത് വിജയത്തിലേക്ക് എന്നുള്ള സൂചനകളാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ അവസാനവട്ട പരസ്യപ്രചാരണം നടക്കുന്ന ഘട്ടത്തിലും ലഭിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.